ഹലോ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീനച്ചാറാണ്. ചാറായിട്ടുള്ള മീനച്ചാറല്ല, പരട്ടി വെക്കുന്ന മീനച്ചാറാണ്. ചാറായിട്ടുള്ള മീനച്ചാർ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ചെയ്യാം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത നെയ്മീൻ ചൂര, അതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് അത് ഇട്ടതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഒന്ന് ഇളക്കുക. മുളക് പൊടി കുറച്ചിട്ടാൽ മതി, നമ്മൾ പിന്നെ ഇടുന്നതുകൊണ്ട് ഇപ്പം കുറച്ചിട്ടാൽ മതി. ഉപ്പും ഞാൻ ആവശ്യത്തിനിട്ട്, ഇനി പിന്നെ അരപ്പിടുമ്പം കുറച്ചും കൂടി ഇടാം. ഞാനധികം വലിയ കഷ്ണമായിട്ടല്ല എടുത്തത്, ചെറിയ കഷ്ണമാണ്. നല്ലതുപോലെ തേച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മീനകത്ത് നല്ലതുപോലെ അരപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ അടച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ ഗോൾഡ് വിന്നറാണ് എണ്ണ ഒഴിച്ചേക്കുന്നത്. ചെറിയ തീക്കകത്ത് കിടന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീക്കകത്തിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. തീ കൂട്ടിയിടുവാണെങ്കിൽ എളുപ്പം അങ്ങ് മൂത്ത് കരിഞ്ഞു പോകും. ഒരു വശം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നീ തിരിച്ചിട്ട് ഇനി അടുത്ത വശവും കൂടി മൂത്തിട്ട് നമുക്ക് കാണാം. മീനിൻ്റെ 2 വശം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കോരാം.
ബാക്കിയും കൂടി പൊരിച്ചെടുത്തിട്ട് കാണാം. അച്ചാറിടാനുള്ള മീൻ നമ്മൾ വറുത്ത് വെച്ച് പാത്രം അടപ്പിൽ വെച്ച് എണ്ണ നല്ലതുപോലെ ചൂടായി. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടി. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ടതിന് ശേഷം നമുക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അവരവരുടെ ആവശ്യത്തിന് ഇച്ചിരി കൂടി കൂട്ടി വേണമെങ്കിലും നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ 2 ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി എരിയുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ പച്ചമുളക്. വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ മുളക് പൊടി ഞാൻ ഇടുന്നുള്ളൂ. എരി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇടാം. എരിയുള്ള മുളക് പൊടി ആയതുകൊണ്ട്. മുളക് പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ആ പച്ച ചുവയൊക്കെ അങ്ങ് മാറട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 സ്പൂണ് അല്ല 1/4 സ്പൂണ് ഉലുവാപ്പൊടി, ഒരു ചെറിയ കൂട്ടം കായം, നമുക്കിതിലേക്ക് മീൻ ഇടാം. ഇതിലേക്ക് മീനിട്ട് മീനിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കണം. നമുക്ക് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കാണാം. നല്ലതുപോലെ ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ശകലം ഉപ്പിടുക. നിങ്ങൾക്ക് ചാറായിട്ട് വേണമെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം നല്ല തിളച്ചത് ഒഴിച്ചാൽ മതി. മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം.
മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണിത്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.